നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയവർക്കെതിരായ നടപടിയെ സ്വാഗതം ചെയ്ത് തിരുവമ്പാടി ദേവസ്വം. പോലീസ് നിയന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പലതും മുടങ്ങുന്ന സാഹചര്യമുണ്ടായെന്നും പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ തയ്യാറല്ലെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ. പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണം. പോലീസ് ഇടപെടൽ മൂലം തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലെന്ന് കെ മുരളീധരൻ. പൂരം മുടക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് ജനത്തിനറിയണം. അട്ടിമറി ശ്രമം നടന്നത് ഒരു തിരക്കഥ പോലെ. പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ഏജന്റെന്നും കെ മുരളീധരൻ. ഭരണഘടനയുടെ സംരക്ഷണത്തിന് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രവർത്തക സംഗമം ചേലക്കരയിൽ. ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള സമരമായാണ് സംഘടന ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും KDF നേതാക്കൾ. മങ്കരയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചത് കല്ലൂർ കൂട്ടപ്പുര വീട്ടിൽ 27 വയസ്സുള്ള അനിലും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം ഇടിച്ചു വീഴ്ത്തിയ കാർ നിർത്താതെ പോയി. ആനക്കല്ല് തോട്ടിൽ കുളിക്കാനിറങ്ങിയ മണ്ണൂർ സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയവർക്കെതിരായ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ. പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ കഴിയില്ല. പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നും ഇത്തവണ പോലീസ് നിയന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പലതും മുടങ്ങിയെന്നും സുന്ദർ മേനോൻ പറഞ്ഞു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പോലീസിനോട് പലതവണ അഭ്യർത്ഥിച്ചതാണെന്ന് സുന്ദർ മേനോൻ പറഞ്ഞു. ഇത് കേൾക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. കമ്മീഷണറുടെ കർശന നിർദ്ദേശമുണ്ടെന്നായിരുന്നു മറുപടി. രാത്രി പൂരം ചടങ്ങ് മാത്രമാക്കിയതിൽ വിഷമമുണ്ട്. വെടിക്കെട്ട് തടസ്സപ്പെടുത്താൻ പോലീസ് രാവിലെ മുതൽ ശ്രമം നടത്തിയിരുന്നു. പൂരവുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടവും സർക്കാരും ആദ്യം വിളിച്ച മീറ്റിംഗിൽ മന്ത്രി പങ്കെടുത്തിരുന്നു. പിന്നീട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമുള്ള മീറ്റിംഗുകളിൽ ഉദ്യോഗസ്ഥർ പങ്കെടുത്തപ്പോൾ കഴിഞ്ഞ തവണത്തെ ബുദ്ധിമുട്ടുകളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. രാത്രി മഠത്തിൽ വരവിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു. എന്നിട്ടും പൂരം ദിവസം പോലീസ് ജനങ്ങളെ തടഞ്ഞു. പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഭാരവാഹികൾക്കെതിരെ പോലീസ് കയർക്കുകയാണുണ്ടായത്. ഇത്തരം നടപടികൾ തുടർന്നപ്പോഴാണ് ദേവസ്വത്തിന് കർശന തീരുമാനമെടുക്കേണ്ടി വന്നത്. പന്തലിലെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് മഠത്തിൽ വരവ് അവസാനിപ്പിച്ചു. ഇത് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. ജില്ലാ കളക്ടറെ വിവരമറിയിച്ചപ്പോൾ കളക്ടർ മഠത്തിൽ വരവ് നിർത്തിവെക്കരുതെന്ന് അഭ്യർത്ഥിച്ചു. പന്തലിൽ വന്ന് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കളക്ടർ പറഞ്ഞു. പിന്നീട് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഓഫീസിൽ പോയി സംസാരിച്ചു. മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ടാക്കണമെന്ന് വ്യക്തമാക്കി. ഇത്തരം നടപടികൾ തുടർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു തീരുമാനമെടുത്തു. അതായത് ഇങ്ങനെ ജനങ്ങളെ പ്രവേശിപ്പിക്കാതെ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ഒരു മഠത്തിലോ വലിയ പൂരമോ നടത്തേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി യോഗം കൂടി തീരുമാനിച്ച്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതായി സുന്ദർ മേനോൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് പോലീസ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഇത് മിനിറ്റ്സിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടും നിങ്ങളിങ്ങനെ തടയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിത് നിർത്തിവെച്ചത്. ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പൂരം ആസ്വദിക്കാൻ കഴിയണം, വെടിക്കെട്ട് ആസ്വദിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്നുള്ളൂ എന്ന് ഞങ്ങൾ അവരെ അറിയിച്ചു. വെടിക്കെട്ടിലും ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അന്നുണ്ടായി. അന്ന് രാവിലെ തന്നെ ശശി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഗസീൻ്റെ താക്കോല് തരരുതെന്ന് കമ്മീഷണർ ഉത്തരവുണ്ട്. എഴുന്നള്ളിപ്പ് അവസാനിച്ചതിന് ശേഷമേ അതിനകത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ എടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ വെടിക്കെട്ട് നിരത്താൻ സാധിക്കും? സമയം എത്ര കിട്ടും? 2-3 മണിക്കൂർ വേണ്ടേ? ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇത് കുറച്ച് വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട്. എത്ര പറഞ്ഞാലും മീറ്റിങ്ങിൽ ആവർത്തിച്ച് കാര്യങ്ങൾ പറഞ്ഞാലും ഇവിടെ വന്നാലൊക്കെ മാറി, എല്ലാം അടച്ചുപൂട്ടി. വെടിക്കെട്ട് ഒരുപാട് പേരുടെ സഹായത്തോടെയാണ് നടത്തുന്നത്. പാസുണ്ടായിട്ട് പോലും അവരെ കടത്തിവിട്ടില്ല. പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണം. ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സുന്ദർ മേനോൻ ആവശ്യപ്പെട്ടു. പോലീസ് നിയന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പലതും ഇത്തവണ മുടങ്ങി.
പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ തയ്യാറല്ലെന്നും സുന്ദർ മേനോൻ പറഞ്ഞു. പൂരം അലങ്കോലപ്പെടുത്തിയവർക്കെതിരായ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരം വിഷയത്തിൽ കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലെന്ന് കെ മുരളീധരൻ. അന്നു രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്നും പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളാരെന്ന് ജനം അറിയണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പൂരം ദിവസം അവിടെ കാണാതിരുന്ന NDA സ്ഥാനാർത്ഥി പുലർച്ചെ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തോ കളികൾ നടന്നതായി മനസ്സിലായി. അതിനാൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല. അന്വേഷണം നടത്തി മുഴുവൻ വിഷയങ്ങളും പുറത്തു കൊണ്ടുവരണം. മന്ത്രി കെ രാജൻ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. പെരുമാറ്റച്ചട്ടമുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കേണ്ടതാണ്. പെരുമാറ്റച്ചട്ടം ദുരുപയോഗം ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പൂരം അലങ്കോലപ്പെട്ട പ്രശ്നം അവസാനിക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരണം. അർദ്ധരാത്രി ആയതുകൊണ്ട് രാജൻ അവിടെ നിൽക്കേണ്ടതാണ്. ബിന്ദുമാണത്തിന് പിന്നെ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും. പക്ഷേ രാജന് ഉത്തരവാദിത്തമുണ്ട്. രാജനിത് കഴിയുന്നത് വരെ സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു. വെറുതെ നിന്നിട്ട് കാര്യമില്ല. ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കണം. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ഉണ്ടെന്നൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ലോ ആൻഡ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം. അതിന് പെരുമാറ്റച്ചട്ടം പെരുമാറ്റച്ചട്ടം വരുന്നത് മന്ത്രി എന്ന നില ദുരുപയോഗം ചെയ്യുന്നതിനാണ് പെരുമാറ്റച്ചട്ടം. പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ഏജന്റാണ്. കേരളത്തിന് പുറത്തുള്ള CPM സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ കുഴപ്പമില്ല. കാരണം അവർ ഇന്ത്യ സഖ്യത്തിൽ ജയിച്ചു വരുന്നവരാണ്. പിണറായിയുടെ സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ല. അവർ ജയിച്ച് ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യ സഖ്യത്തിന് എതിരെ നിന്ന് മോദിക്ക് അനുകൂലമായി നിൽക്കും. അത് പിണറായി വിജയൻ മോഡിയുടെ ഏജന്റാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിന് പുറത്ത് CPM MPമാർ വന്നാൽ കുഴപ്പമില്ല. അവർ കോൺഗ്രസ് സഖ്യത്തിൽ ജയിച്ചു വരുന്നവരാണ്. പിണറായി അങ്ങനെയല്ല. പിണറായി മോഡിയുടെ ഏജന്റാണ്. പിണറായിയുടെ MPമാർ ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യ മുന്നണിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. മോഡിക്ക് വേണ്ടി പിണറായി കോളം കലക്കും. അതുകൊണ്ട് ഒരാളെപ്പോലും ഇവിടുന്ന് ഡൽഹിക്ക് അയക്കരുത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പെരിങ്ങോട്ടുകുറിശി മണ്ഡലം കമ്മിറ്റി ബൈക്ക് റാലി നടത്തി. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചായിരുന്നു റാലി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK അഖിലിന് പതാക കൈമാറി റാലി ഉദ്ഘാടനം ചെയ്തു. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് തരൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് റിനാസ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു. NSS കോളേജ് ചെയർപേഴ്സൺ ആതിര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. KSU തരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി അബു താഹിർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പട്ടാമ്പിയിൽ റോഡ് ഷോ നടത്തി. തിങ്കളാഴ്ച രാവിലെ പട്ടാമ്പി മണ്ഡലത്തിലെ വല്ലപ്പുഴയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ മുതുതല സെൻട്രൽ സമാപിച്ചു. നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെയായിരുന്നു NDA സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ. കൃഷ്ണകുമാർ ഇതായി വാഹനത്തിൽ തൊട്ടുപിറകിലായി ഈ വഴിത്താരയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. പ്രചരണ രീതിയിലെ വൈവിധ്യം മുള്ളൂർക്കരയിൽ LDFന് നിർബന്ധമാണ്. കൂറ്റൻ ബോർഡുകളും കമാനങ്ങളുമൊക്കെ സ്ഥാപിച്ച് രാത്രികളിൽ അലങ്കാര വെളിച്ചങ്ങൾ തെളിയിച്ച് ഇവർ ജനശ്രദ്ധയാകർഷിക്കുന്നു. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിലെ മുള്ളൂർക്കര വാഴക്കോട് വളവ് എന്നിവിടങ്ങളിൽ എല്ലാം ഇടതുമയമാണ്. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ്റെ കൂറ്റൻ ബോർഡുകൾ, വലിയ കമാനങ്ങൾ. സ്ഥാനാർത്ഥിയുടെ ചിഹ്നം രാത്രി വർണ്ണവെളിച്ചത്തിൽ തിളങ്ങും.
LED ബൾബുകൾ രാത്രികാലങ്ങളിൽ ബോർഡുകളും കമാനങ്ങളും ആകർഷകമാക്കുന്നു. മുള്ളൂർക്കരയിലെ LDF പ്രവർത്തകർക്ക് ജനത്തെ ആകർഷിക്കുന്ന ഇത്തരം പ്രചരണ രീതികളോട് വലിയ കമ്പമാണ്. നവകേരള യാത്രയുടെ വേളയിലും സമാനമായ പ്രചരണ രീതികൾ ആവിഷ്കരിച്ചിരുന്നു. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച വലിയ കട്ടൗട്ടുകളും അന്ന് ഏറെ ശ്രദ്ധയാകർഷിച്ചു. പ്രവർത്തകരുടെ ആവേശമാണ് പ്രചരണ വൈവിധ്യമായി നിറയുന്നതെന്ന് CPM ലോക്കൽ സെക്രട്ടറി അബ്ദുൽ സലാം പറഞ്ഞു. 26-ാം തീയതി ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതിൻ്റെ സ്ഥാനാർത്ഥിയായി കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണം പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി വാഴക്കോട്, വളവ്, മുള്ളൂക്കര എന്ന വിവിധ കേന്ദ്രങ്ങളിൽ ശ്രദ്ധിക്കുന്ന തരത്തിൽ പ്രചരണ ബോർഡുകൾ ലൈറ്റിൻ്റെ അലങ്കാരത്തോടുകൂടി വെച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം വാഴക്കോട് സെൻ്ററാണ്. വിവിധ തരത്തിലുള്ള പ്രചരണ ബോർഡുകൾ ഈ പ്രദേശത്ത് കഴിഞ്ഞ കാലങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് വിഭിന്നമായിക്കൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന രീതിയിലുള്ള പ്രചരണ ബോർഡാണ് വാഴക്കോട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി രാധാകൃഷ്ണ വിജയത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രചരണ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് KDFD തൃശൂർ ജില്ലാ പ്രവർത്തക സംഗമം ചൂണ്ടിക്കാട്ടി. ചേലക്കരയിൽ നടന്ന സംഗമം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PM അനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായി അദ്ദേഹം ഇന്ന് കേരളത്തിൽ ഭരണം നടത്തുകയാണ്. ഇതിനു മുന്നേയും 1996 ഈ വകുപ്പിന് നേതൃത്വം കൊടുത്ത ആളാണ് ഈ വകുപ്പ്. ചേലക്കര നിയോജക മണ്ഡലത്തിനകത്ത് ഒട്ടനവധി കോളനികൾ, ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. പട്ടികജാതി വികസന ഓഫീസ് നിൽക്കുന്നത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിനകത്താണ്. ഒട്ടനവധി പട്ടികജാതി കോളനികൾ, അതിനും അപ്പുറത്തേക്ക് ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നേയുള്ള അവസ്ഥയല്ല. ഇന്ന് കോളനികൾ, പട്ടികജാതി കോളനികൾക്ക്, ഈ കുടുംബങ്ങൾക്കകത്ത് നല്ല പഠിക്കുന്ന കുട്ടികൾ, വലിയ വലിയ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരെ പോകാൻ സാധിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. KDFD സംസ്ഥാന സെക്രട്ടറി KP സുഗു അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് A രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. തമിഴ്നാട് ദലിത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രജനി കാളിമുത്തു വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി M കണ്ണപ്പൻ, യുവജന വിഭാഗം സംസ്ഥാന കൺവീനർ ഷൈജു കരിഞ്ചാപ്പാടി, സന്തോഷ് ചെറിയാൻ, വിനോദ് പന്തലാടി, C ഉണ്ണികൃഷ്ണൻ, A സൈനുദ്ദീൻ, EM വേലായുധൻ, OA ഷാജി, A കുമാരൻ, A വാസു, A രവി, ബിജി സുരേഷ്, K ജാനു, K ഷെരീഫ്, P മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ സംഗമം തീരുമാനിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കരയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കല്ലൂർ കൂട്ടപ്പുര വീട്ടിൽ പരേതനായ ശിവരാജന്റെ മകൻ 27 വയസ്സുള്ള അനിലാണ് മരിച്ചത്. അനിൽ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തിൽ കാർ ഇടിച്ചായിരുന്നു അപകടം. കഴിഞ്ഞ രാത്രിയാണ് അപകടമുണ്ടായത്. ഇടിച്ച കാർ നിർത്താതെ പോയി. അനിലിനൊപ്പം വണ്ടിയിലുണ്ടായിരുന്ന സുഹൃത്ത് അഭിഷേകിനെ പരിക്കുകളോടെ തൃശ്ശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണൂരിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണൂർ തേക്കിൻകാട്ടിൽ ബാലന്റെ മകൻ 40 വയസ്സുള്ള ശിവദാസനാണ് മരിച്ചത്. തേക്കിൻകാട് ആനക്കല്ല് തോട്ടിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിവാഹിതനാണ്. അമ്മ ചന്ദ്രിക. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മണ്ണൂർ AUP സ്കൂൾ വിദ്യാർത്ഥികൾ മണ്ണൂർ സെൻട്രൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. സാമൂഹിക നന്മ വിദ്യാർത്ഥികളിലൂടെ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ബൂത്ത് സ്ഥാപിച്ചത്. സാമൂഹിക നന്മ വിദ്യാർത്ഥികളിലൂടെ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചത്. മണ്ണൂർ സെൻട്രലിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുട്ടികൾ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചത്. മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് എന്നിവർ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. മാതൃകാപരമായ പ്രവർത്തനമാണ്
ആയ പ്രദേശത്ത് അലക്ഷ്യമായി ആളുകൾ ഉപയോഗിച്ച കൃഷിമറ്റ് ഹെഡ്മിസ്ട്രസ് ഷെരീഫ, സീഡ് കോർഡിനേറ്റർ വിനീത്, ശ്രീലത, മുഹമ്മദ് ഷിഹാബുദ്ദീൻ, അബ്ദുൽ ഹക്കീം, ഗ്രീഷ്മ, റഷീബ എന്നീ അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വണയംകുളം പുലാചിത്ര കിള്ളിക്കാവ് പൂരം കൊടിയേറി. ഞായറാഴ്ച വൈകുന്നേരം 6:30 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ. കൊടിയേറ്റത്തോടനുബന്ധിച്ച് കൂനത്തറ രാമചന്ദ്രന്റെ ശിക്ഷണത്തിൽ ചെണ്ടമേളം അഭ്യസിച്ച കലാകാരന്മാരുടെ അരങ്ങേറ്റവും നടന്നു. മാസ്റ്റർ അനിരുദ്ധ് അവതരിപ്പിച്ച പാഠകവുമുണ്ടായി. കുടിലമായിരിക്കുന്ന ധീയോട് കൂടിയിരിക്കുന്ന ദുര്യോധനൻ മറ്റുള്ളവർക്ക് ഒന്നും കിട്ടരുത് എന്ന് സദാസമയവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുര്യോധനന് ഇത് കേട്ടപ്പോൾ തന്നെ വളരെ ദേഷ്യം ഇങ്ങനെ വരാൻ തുടങ്ങി. ദുഷ്ടബുദ്ധിയാണ് ദുര്യോധനൻ. അങ്ങനെയുള്ള ദുര്യോധനന്റെ ആ മനസ്സുണ്ടല്ലോ, അതിങ്ങനെ ക്ഷോഭിച്ച് ദേഷ്യം സഹിക്കുക വയ്യാണ്ടായി. മങ്കര ഗവൺമെൻറ് ഹൈസ്കൂളിൽ 1977, 1978 SSLC ബാച്ചിൻ്റെ സംഗമം നടന്നു. നോവലിസ്റ്റ് പി കണ്ണൻകുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് പല ബാച്ചുകളിൽ പഠിച്ചവരല്ല, ഒരു ബാച്ചിൽ പഠിച്ച ആൾക്കാരാണ്. പിന്നെ സംഗമമാണ് ഇത്. അത് വളരെ സന്തോഷം വെച്ചാൽ ആ സന്തോഷം വെച്ചാൽ ഞാനും കൂടിയിട്ട് ആ 77-78 ബാച്ചിലത്തെ ഒരാളെ പോലെ കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് ഉണ്ടായ ആ ഒരു തെറ്റിദ്ധാരണ മേലാണ് ഇവിടെ ഞാൻ പിന്നെ അവതരിപ്പിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ എഴുതിയത്. അപ്പം ആ ഒരു പിന്നെ എഴുത്തിനെ ഞാൻ അതിനെ എനിക്ക് പ്രസംഗിക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ പിന്നെ അതിനെ വിളിച്ച് പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനുള്ള ചെറുതായിട്ട് കുറിപ്പ് എഴുതി കൊടുത്തിട്ട് അത് ഞാൻ വാങ്ങിയിരിക്കാം. അപ്പം അതിനൊന്ന് പൂർവ്വ വിദ്യാർത്ഥിയും നടനുമായ മുരളി മങ്കര അധ്യക്ഷത വഹിച്ചു. NR രവീന്ദ്രൻ, MV മധുസൂദനൻ, അബ്ദുൾ ഷുക്കൂർ, വയങ്കര വിജയൻ, രമേശ് മങ്കര, ലക്ഷ്മണൻ, മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, KV രാമചന്ദ്രൻ, ശ്രീലത, നാരായണി, പുഷ്പ എന്നിവർ പ്രസംഗിച്ചു. പൂർവ്വകാല അധ്യാപകരായ ഷറഫുദ്ദീൻ, ഗോപാലകൃഷ്ണൻ, രാമചന്ദ്രൻ, മേഴ്സി, പത്മാവതി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൈങ്കുളം ഉന്നതൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാദിന പരിപാടികൾ നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ പൊങ്കാല സമർപ്പണം നടന്നു. ഞായറാഴ്ച രാവിലെ ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകളോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായത്. ഉത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച രാവിലെ നടന്ന പൊങ്കാല മഹോത്സവത്തിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. ഞായറാഴ്ച വൈകിട്ട് തായമ്പക, ചാക്യാർകൂത്ത്, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. തിങ്കളാഴ്ച രാവിലെ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകളുണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് TT ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി MR മോഹൻദാസ്, ട്രഷറർ MB വിജയകുമാർ തുടങ്ങിയവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 21, 22 തീയതികളിൽ ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നാഗപുനഃപ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ചുള്ള പൂജകളും കൂടാതെ കുട്ടികളുടെ കലാപരിപാടികളും ചാക്യാർകൂത്ത്, സ്ത്രീ കുട്ടിയുടെ തായമ്പക എന്നിവ ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയവർക്കെതിരായ നടപടിയെ സ്വാഗതം ചെയ്ത് തിരുവമ്പാടി ദേവസ്വം. പോലീസ് നിയന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പലതും മുടങ്ങുന്ന സാഹചര്യമുണ്ടായെന്നും പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ തയ്യാറല്ലെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ.
പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണം. പോലീസ് ഇടപെടൽ മൂലം തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലെന്ന് കെ മുരളീധരൻ. പൂരം മുടക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് ജനത്തിനറിയണം. അട്ടിമറി ശ്രമം നടന്നത് ഒരു തിരക്കഥ പോലെ. പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ഏജന്റെന്നും കെ മുരളീധരൻ. ഭരണഘടനയുടെ സംരക്ഷണത്തിന് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രവർത്തക സംഗമം ചേലക്കരയിൽ. ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള സമരമായാണ് സംഘടന ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും KDF നേതാക്കൾ. മങ്കരയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചത് കല്ലൂർ കൂട്ടപ്പുര വീട്ടിൽ 27 വയസ്സുള്ള അനിൽ. അനിലും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം ഇടിച്ചു വീഴ്ത്തിയ കാർ നിർത്താതെ പോയി. ആനക്കല്ല് തോട്ടിൽ കുളിക്കാനിറങ്ങിയ മണ്ണൂർ സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.